ഇത് പഞ്ചതന്ത്ര കഥയിലെ മറ്റൊരു കഥയാണ്. ഈ കഥയുടെ തലക്കെട്ട് ആതിഥ്യ മര്യാദ എന്ന് കൊടുക്കാം. കാര്യം എന്ന് വെച്ചാൽ അതിഥി ദേവോ ഭവ എന്നാണ്. നമ്മളൊരു വീട്ടിലൊരാൾ വന്നാൽ അവരെ നമ്മൾ ദൈവമായിട്ട് സങ്കല്പിച്ച് പെരുമാറണമെന്നാണ് പറയുന്നത് തന്നെ പുരാണങ്ങളൊക്കെ. എന്നുവെച്ചാൽ ഇന്ത്യൻ സംസ്കാരം എല്ലായിടത്തെയും സംസ്കാരം അതാണ്. അപ്പോൾ അതിന് വിപരീതമായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്വമാണ് ഇവിടെ പറയുന്നത്. ഒരു കുറുക്കനും ഒരു കൊക്കും തമ്മിൽ ഭയങ്കര കൂട്ടുകാരായിരുന്നു. അപ്പം കൊക്കിൻ്റെ ചുണ്ട് ഭയങ്കര നീണ്ട ചുണ്ടല്ലേ. അപ്പോൾ കൊക്കിന് വലിയ സാധനങ്ങളൊക്കെ പറക്കി തിന്നാൻ, തീരെ ചെറുതൊക്കെ അതിന് കഴിക്കാൻ പ്രയാസമാണ്. അങ്ങനെ ഇവരിങ്ങനെ കാട്ടിൽ കൂട്ടുകാരായിട്ട് കഴിയുകയാണ്. വനം ഭയങ്കര മനോഹരമായിട്ടുള്ള, അവർക്ക് ധാരാളം ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവർ ഭയങ്കര കൂട്ടുകാരായിരിക്കില്ല. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യും, കുറുക്കൻ എപ്പോഴും ഒരു കുബുദ്ധി കാണും. എത്ര നല്ല കൂട്ടുകാരാണെങ്കിലും ചിലരുടെ സ്വതസിദ്ധമായിട്ടുള്ള ചില തിന്മകൾ കാണും, അഴുക്ക സ്വഭാവങ്ങൾ കാണും. അപ്പം കുറുക്കനൊരു കുസൃതി തോന്നും. അപ്പോൾ കുറുക്കൻ വിചാരിക്കും, കൊക്കിൻ്റെ അടുത്ത് പറയും, നമ്മൾ വലിയ കൂട്ടുകാരല്ലേ, നീ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വാ, നമുക്കവിടെ ആഹാരമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറയും. അപ്പം കൊക്കിന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു വീട്ടിലൊക്കെ വിളിക്കുന്ന ഒരു സന്തോഷമല്ലേ, കൂടുതൽ അടുപ്പമാവും. അങ്ങനെ കൊക്ക് പറയും ശരി. അങ്ങനെ കൊക്ക് ചെല്ലുമ്പോൾ കുറുക്കൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ വളരെ പരന്ന ഒരു 2 പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറയും. അപ്പോൾ എന്നിട്ട് കുറുക്കൻ അങ്ങ് നല്ല കാര്യമായിട്ട് കഴിക്കാനൊന്നും. അപ്പം കൊക്ക് നോക്കുമ്പോൾ കൊക്കിൻ്റെ കൊക്കില്ലാതെ കയറുന്നില്ല, തീരെ ചെറിയ ഈ പരന്ന് കിടക്കുന്നതല്ലേ. അപ്പോൾ കൊക്കിന് അത് കഴിക്കാൻ പറ്റും. കൊക്ക് വളരെ നാണം കെടും, ഒരു വല്ലാത്തൊരു ലജ്ജ തോന്നും, അങ്ങനെ കഴിക്കാൻ പറ്റുന്നതുമില്ല. എന്നാൽ കുറുക്കൻ അത് സഹായിക്കുന്നില്ല. കുറുക്കൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുകയും ചെയ്യുന്നു. കൊക്കിനത് വലിയൊരു അമളിയായിപ്പോയി. അതിൽ വല്ലാത്ത ലജ്ജ തോന്നുകയും ചെയ്യും. എന്നാലും പോയി വിളിച്ചിട്ട് പോകണ്ടായിരുന്നു, ഈ കുറുക്കനെ വിശ്വസിച്ചതിൻ്റെ ഫലമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തപ്പോൾ ഈ കുറുക്കനൊരു പാഠം പഠിപ്പിക്കണം. ഈ സ്വഭാവം നല്ലതല്ലല്ലോ. നമ്മളൊരു കൂട്ടുകാരായിട്ട് നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു തുല്യതയും പരസ്പര ബഹുമാനമൊക്കെ വേണ്ടേ. അതൊന്നുമില്ലാതെ ഈ കുറുക്കൻ്റെ പ്രവൃത്തി തിരുത്താൻ വേണ്ടി സംഭവിച്ചതെല്ലാം അവഗണിച്ചിട്ട് അതങ്ങ് അത്ര പ്രാധാന്യം കൊടുക്കാത്ത മാതിരി നിന്നിട്ട് പിന്നൊരു ദിവസം കാണുമ്പോൾ കുറുക്കൻ്റെ അടുത്ത്, ഇന്ന് എൻ്റെ ഊഴമാണ്, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നില്ലേ, ഇന്ന് നീ എൻ്റെ വീട്ടിൽ വാ, നല്ല ആഹാരമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ കുറുക്കൻ മറന്നുപോയി. കുറുക്കന് വിഡ്ഢിയാണ്. കുറുക്കൻ ഇങ്ങനെ അഹങ്കാരവും കുബുദ്ധിയൊക്കെ കാണിക്കുമെങ്കിലും കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല. കുറുക്കൻ അപ്പോൾ വിചാരിക്കും, ഞാൻ പറ്റിച്ചല്ലെന്നുള്ള മട്ടിലങ്ങ് ഇരിക്കുമായിരുന്നു. അപ്പം കുറുക്കൻ്റെ ആരും അവൻ മാത്രമേ ഉള്ളൂ ബുദ്ധി, ബാക്കി എല്ലാവരും വിഡ്ഢികളാണെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അപ്പോൾ അവൻ കണ്ണുടച്ചങ്ങ് ചെല്ലും, കൊക്കിൻ്റെ വീട്ടിൽ ചെല്ലും. അങ്ങനെ കൊക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഒരു കൂജ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴുത്ത് നല്ല നീണ്ടിരിക്കും. നമ്മൾ വെള്ളമൊക്കെ വയ്ക്കില്ല, അങ്ങനത്തെ ഒരു കുടത്തിൽ ആഹാരം ഇട്ട് നമുക്ക് കഴിക്കാൻ തന്നെ. അപ്പോൾ കുടത്തിൽ കുറുക്കൻ്റെ അകത്ത് കയറില്ലല്ലോ. എന്നിട്ട് കൊക്ക് അതൊക്കെ എടുത്ത് സാവധാനം അവൻ്റെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. കുറുക്കൻ കാണിച്ചതുപോലെ കുറുക്കനെ അത്ര ശ്രദ്ധിക്കാതെ കഴിയും. അപ്പോൾ കുറുക്കൻ കുറേ പ്രാവശ്യമൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ആകപ്പാടൊരു വിഷമമായി. അപ്പോൾ കുറുക്കന് പല വിചാരങ്ങൾ കടന്നു. പിന്നെ കൊക്കിന് ഇത്രയും ബുദ്ധിയോ, അവൻ എന്നെ പറ്റിച്ചതായിരിക്കും, അത് സാധ്യതയല്ല, ആകപ്പാട് ചമ്മലായി. അങ്ങനെ പക്ഷേ കുറുക്കൻ അതിൻ്റെ ഒപ്പം വിവേകവും പതുക്കെ വരും. കാര്യം അത് ശരിയല്ല, നമ്മൾ മറ്റൊരാളെ പറ്റിക്കുന്നത് നല്ലതല്ലെന്നൊരു പാഠവും കുറുക്കന് മനസ്സിലാവും. അങ്ങനെ കുറുക്കന് ലഭ്യനായിട്ട് ഇരിക്കും. അങ്ങനെ കൊക്ക് കുറുക്കനെയും കൊണ്ട് ഒന്നും അറിയാത്ത മട്ടിലും കാട്ടിലങ്ങ് പോകും. പിന്നെ അവരൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അവരങ്ങ് ജീവിക്കും. പക്ഷേ പിന്നെ കുറുക്കൻ ഇങ്ങനെയുള്ള ഈ വിവരക്കേടുകളൊന്നും അധികം കാണിക്കാത്ത നല്ല സ്വഭാവമുള്ള കുറുക്കനായിട്ട് ഇരിക്കും. പിന്നെ അവർ ഒത്തൊരുമയോടെ ജീവിക്കും. അപ്പോൾ അതാണ് കഥ. അപ്പം നല്ലൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകൾ ചിലർ വളരെ ബുദ്ധിപരമായിട്ട് തിരുത്താൻ നോക്കും, ചിലർ ഉപേക്ഷിച്ച് പോവും. അപ്പോൾ ഇതൊന്നും മറ്റുള്ളവരെ ചതിക്കുന്നതൊന്നും നല്ലതല്ല. മറ്റുള്ളവരെ ബഹുമാനിക്കണം, മറ്റുള്ളവനെ അപമാനിക്കരുത്. അപമാനം ചിലരൊക്കെ മറക്കും, ചിലർ ജീവിതകാലം മുഴുവനും ഓർത്തു വയ്ക്കും, ചിലർ പക വീട്ടും. പലതരത്തിലാണ് ഓരോരുത്തരുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അങ്ങനെയുള്ള വിവരക്കേടുകളും
നമ്മുടെ സംസ്കാരത്തിന് വിപരീതമായിട്ടുള്ളതൊന്നും കഴിവതും കാണിക്കാതിരിക്കുക. അങ്ങനെ കാണിച്ചാൽ പലരും പല പ്രകാരത്തിലായിരിക്കും പ്രതികരിക്കുക. ചിലർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല, ജീവിതകാലം മുഴുവനും മനസ്സിൽ കൊണ്ട് നടക്കും. ചിലർ പക വീട്ടും. നമ്മളൊരു ശത്രുവിനെ ഉണ്ടാക്കുകയാണ്, നമ്മുടെ മിത്രത്തിനെ തന്നെ ദ്രോഹിച്ച് മിത്രത്തിനെ ഒരു ശത്രു ആക്കി മാറ്റുകയാണ് അങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതവും ദുസ്സഹമായി തീരും അതിനൊപ്പം. അപ്പോൾ എല്ലാവരെയും സ്നേഹിച്ച് സഹകരിച്ച് അംഗീകരിച്ച് ബഹുമാനിച്ച് പരസ്പരം ബഹുമാനത്തോടെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ല ശീലം എന്നുള്ളതാണ് ഈ പഞ്ചതന്ത്ര കഥ പറയുന്നത്.